മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവം നൽകുന്ന ഈ പുതിയ ദിനത്തെ ഓർത്ത് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഓരോ ദിനവും ദൈവത്തിൻ്റെ ദാനമാണ്, കാരുണ്യമാണ്. നമുക്ക് അർഹതയോ യോഗ്യതയോ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിന് എന്നിലും നമ്മിലും പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് ദൈവം ഒരു ദിനം കൂടി നമ്മുടെ ആയുസ്സിലേക്ക് ചേർത്ത് വെച്ച് നൽകുന്നത്. ഈ വലിയ സത്യത്തെ തിരിച്ചറിഞ്ഞ് തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് ഒന്നുചേർന്ന് നമ്ര ശിരസ്കരാകാം. ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കും വേണ്ടി തമ്പുരാൻ്റെ സന്നിധിയിൽ കുപ്പുകരങ്ങളോടെ ആയിരുന്നു നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ഓരോ ദിനവും ആരംഭിക്കേണ്ടത് പ്രാർത്ഥനയോടെയാണ്, ദൈവ ആശ്രയത്വത്തോടെയാണ്. അപ്പോഴാണ് ഒരു ദിനം അനുഗ്രഹമായി നമ്മുടെ ആയുസ്സിലേക്ക് ചേർക്കപ്പെടുക. ദൈവം നൽകുന്ന ഈ മനോഹര ദിനം ഒരു അനുഗ്രഹ ദിനമായി മാറുവാൻ തക്കവിധം ദൈവമേ, കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്നു ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും ഈ ശുശ്രൂഷയെ വലിയ അനുഗ്രഹമായ അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്നത്. അമ്മയുടെ വിമലഹൃദയത്തോട് ഈ ശുശ്രൂഷയെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ TV സ്ക്രീനിന് മുമ്പിലായിരുന്നു വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന അനേകായിരങ്ങളെ അമ്മയുടെ വിമലഹൃദയത്തോട് സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹോരാത്രം സേവനം ചെയ്യുന്ന അധ്വാനിക്കുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം ഗ്രഹിക്കാൻ, കേൾക്കാൻ എല്ലാം നമ്മെ കഴിവുള്ളവരാക്കുന്നത്. ഈ പ്രഭാതത്തിൽ ദൈവമായ കർത്താവ് നമുക്ക് നൽകാൻ പോകുന്ന തിരുവചനങ്ങൾക്കായി പ്രാർത്ഥനാപൂർവ്വം നമുക്കൊരുങ്ങാം. നമ്മെ ഒരുക്കുവാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി നമുക്കൊന്നു ചേർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയോട് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, പ്രഭാതത്തിൽ ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന തിരുവചനങ്ങൾ ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ കേൾക്കാൻ, ഞങ്ങളുടെ ജീവിത വഴികളിൽ ഈ വചനത്തിന് ഫലം നൽകി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവെ ഈ പ്രഭാതത്തിൽ നവചൈതന്യമായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ബുദ്ധിയിലേക്ക്, ചിന്തയിലേക്കെല്ലാം കടന്നു വന്ന് നിറയണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി ജന്മന രോഗങ്ങളാൽ വേദനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എത്രയോ മാതാപിതാക്കളാണ് അവർക്ക് ദൈവദാനമായി നൽകിയ കുഞ്ഞ് ജന്മന രോഗിയായതുകൊണ്ട്, അംഗവൈകല്യം ബാധിച്ചതുകൊണ്ടൊക്കെ വേദനിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ മാതാപിതാക്കളെയും അപ്രകാരമുള്ള കുഞ്ഞുങ്ങളിലേക്കും ദൈവത്തിൻ്റെ വലിയ കരുണ, സ്നേഹം കടന്നു ചെല്ലുവാൻ ഈ ദിനം പ്രത്യേക നിയോഗമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാ
ആകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 7-ാം അധ്യായം 17 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ ആണ് ദൈവം നമുക്ക് പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി ദിനം നൽകുന്നത്. നമുക്ക് പ്രാർത്ഥനാപൂർവം തിരുവചനങ്ങൾക്കായി കാതോർക്കാം. ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ഇതാണ് എല്ലാ സഭകളോടും ഞാൻ കൽപ്പിക്കുന്നത്. ആരെങ്കിലും ദൈവവിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ട. ആരെങ്കിലും വിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ പരിച്ഛേദനം ചെയ്യേണ്ടതില്ല. പരിച്ഛേദിതനോ അപരിച്ഛേദിതനോ എന്ന് നോക്കേണ്ട. ദൈവകൽപ്പനകൾ പാലിക്കുക എന്നതാണ് സർവപ്രധാനം. വിളിക്കപ്പെട്ടപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ ഓരോരുത്തരും തുടർന്നു കൊള്ളട്ടെ. ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നുവോ? സാരമില്ല. സ്വതന്ത്രനാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ്. അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ അടിമയുമാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. അതുകൊണ്ട് സഹോദരരെ, ഏത് അവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ തന്നെ ദൈവത്തോടൊത്ത് നിലനിൽക്കുവിൻ. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ തിരുവചനങ്ങൾ കേട്ടത്. ഈ വചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ ദൈവം നമുക്ക് വലിയൊരു ഓർമ്മപ്പെടുത്തൽ നൽകുകയാണ്. വചനം പറയുന്നു, ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ച വിളി അനുസരിച്ച് ജീവിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകുന്ന വിളി അത് അതിനാൽ തന്നെ ഏറെ ശ്രേഷ്ഠമാണ്, മഹനീയമാണ്. ഓരോ വ്യക്തിക്കും ഏറ്റവും ഉതകുന്ന, ഏറ്റവും അനുയോജ്യമായ വിളിയാണ് ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി നമുക്ക് നൽകുന്നത്. ഒരുവനെ ഒരു പുരോഹിതനാകാൻ വിളിക്കുന്ന ദൈവം മറ്റൊരാളെ ഒരു കുടുംബ ജീവിതം നയിക്കാൻ വിളിക്കുന്നു. മറ്റൊരുവനെ ദൈവം ഒരു ഏകസ്ഥ ജീവിതം നയിക്കാൻ വിളിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ പരിപാലനത്തിലാണ്. നമ്മെ ഏറ്റവും അടുത്തറിയുന്ന നല്ല ദൈവം ഓരോ വ്യക്തിക്കും ഏറ്റവും യോജിച്ചത് എന്തെന്ന് അറിഞ്ഞാണ് തമ്പുരാൻ നമുക്ക് ഓരോ വിളി നൽകി നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ആ വിളിയിലൂടെ ജീവിച്ച് തമ്പുരാൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ നമുക്കായി വഴിയൊരുക്കുന്നത്. ദൈവത്തിൻ്റെ ഈ വലിയ കാരുണ്യത്തെ, സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയ ആ വിളിയുടെ ആഴങ്ങളിലേക്ക് വന്ന് ജീവിക്കുവാൻ ദൈവമേ കൃപ നൽകണമേ എന്ന് നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ ഈ ദിനം പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഏത് ജീവിത വിളിയാണെങ്കിലും നമ്മൾ എന്തുമാത്രം ദൈവത്തോട് അടുത്തിരിക്കുന്നുവോ, നമ്മൾ എത്രമാത്രം ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുവോ അതിനനുസരിച്ചാണ് ആ വിളിയിൽ ആഴപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയുക. പലപ്പോഴും ഞാൻ പലരുടെയും ജീവിതങ്ങളെ നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ചിലർ അവർക്ക് ദൈവം നൽകിയ കുടുംബ വിളിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വൈദികനാകാനുള്ള വിളിയായിരിക്കാം, അതല്ലെങ്കിൽ സമർപ്പിത വിളിയായിരിക്കാം. പ്രാർത്ഥനയിൽ അതിൻ്റെ ആഴത്തിലേക്ക് വന്ന് വചനം മനനം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ്സായി ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ ഒരു വശത്ത് പ്രിയമുള്ളവരെ, ദൈവം നൽകിയ വിളി എന്താണെന്ന് ഒരിക്കൽ പോലും ഗൗരവമായി ചിന്തിക്കാതെ, തിരിച്ചറിയാതെ, അതിൽ ആഴപ്പെടാതെ കേവലം ഉപരിതലത്തിൽ ജീവിക്കുന്നവരെയും നിരന്തരം കാണാൻ എനിക്ക് ഇടവന്നിട്ടുണ്ട്. പലപ്പോഴും നമുക്കൊക്കെ കുഞ്ഞുനാളിൽ പരിചയമുള്ള ഒരു കുഞ്ഞു മത്സ്യം തോട്ടിലും പുഴയിലും ഒക്കെ നമ്മുടെ പാടത്തും ഒക്കെ നമ്മൾ യഥേഷ്ടം കാണുന്നൊരു കുഞ്ഞു മത്സ്യമുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അതിനെ ചുട്ടിപ്പൊങ്ങൻ എന്നാണ് വിളിക്കുക. ചുട്ടിപ്പൊങ്ങൻ. അതിൻ്റെ തലയിലൊരു ചെറിയ വെള്ളി വട്ടം ഉണ്ടാകും. അങ്ങനെ എപ്പോഴും ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ വാലുമാട്ടി നടക്കുന്ന ഒരു കുഞ്ഞു മത്സ്യമാണ്. അതധികം വലുപ്പമൊന്നും വയ്ക്കില്ല. എന്നാൽ പലപ്പോഴും കുഞ്ഞു പ്രായത്തിലൊക്കെ കുട്ടികൾ ഒരു കാലത്ത് പിടിച്ചുകൊണ്ട് വന്ന് വീട്ടിലെ
ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലോ ഒരു ബക്കറ്റിലോ ഒക്കെ ഇട്ട് മത്സ്യങ്ങളെ കണ്ട് ആസ്വദിച്ചിരുന്നത് ഈ മത്സ്യത്തെ പിടിച്ചുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഈ ചുട്ടിപ്പൊങ്ങൽ മത്സ്യത്തിൻ്റെ ഒരു പ്രത്യേകത, അതെപ്പോഴും വെള്ളത്തിൻ്റെ മുകളിലായിരിക്കും. താഴോട്ട് അതൊരിക്കലും പോവില്ല. ഒരു കുളത്തിലോ ഒരു തോട്ടിലോ എത്ര ചുട്ടിപ്പൊങ്ങനുണ്ടെന്ന് അല്പനേരം നമ്മൾ ദൂരെ നിന്നൊന്ന് നോക്കി കണ്ടാൽ മതി. എല്ലാം മുകളിൽ വന്ന് ഇങ്ങനെ തല പൊക്കി വാലുമാട്ടി നിൽക്കുന്നുണ്ടാകും. പലപ്പോഴും ഈ മത്സ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്, ദൈവം നൽകുന്ന വിളിയിലും പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ ഇങ്ങനെ കേവലം ഉപരിതലത്തിൽ ഈ ചുട്ടിപ്പൊങ്ങനെ പോലെ തലയും പോക്കി വാലുമാട്ടി ഇങ്ങനെ നടക്കുന്ന മത്സ്യങ്ങളെ പോലെ ആണോ നമ്മളെന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം. പ്രിയമുള്ളവരെ, കേവലം ഉപരിതലത്തിൽ ജീവിച്ചതുകൊണ്ട് ഒരിക്കലും നമ്മൾ വിളിയുടെ ആഴങ്ങളിലേക്ക് വന്ന് അതിൻ്റെ കൃപയെ അനുഗ്രഹത്തെ ഒരിക്കലും നമുക്ക് പ്രാപിക്കാനാവില്ല. മറിച്ച് പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നാം കടന്നു ചെല്ലണം. ദൈവത്തോടൊപ്പം നമ്മളായിരിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുള്ള വില നമ്മൾ ജീവിതത്തിൽ കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കാരണം ഒരു വിളി നൽകി ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ വിളിയുടെ ആഴം മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് അതിന് നമ്മെ തന്നെ യോഗ്യരാക്കുവാൻ, നമ്മെ തന്നെ ശക്തരാക്കുവാൻ തക്കവിധം തമ്പുരാനോട് പ്രാർത്ഥനയിൽ ചേർന്നിരിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ദൈവത്തിൻ്റെ ആ വിളിയെ, പ്രിയമുള്ളവരെ, നമ്മൾ ഗൗരവമായി എടുക്കാതെ പോയാൽ ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ സന്തോഷം ഉള്ളവരായി മാറില്ല. നാം ഓരോരുത്തർക്ക് ലഭിച്ച വിളിയുടെ ആഴങ്ങളിലേക്ക് വന്ന് ദൈവത്തോടൊപ്പം ആ വിളി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ആനന്ദം, സന്തോഷം നമ്മെല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. പ്രിയമുള്ളവരെ, ചുട്ടിപ്പൊങ്ങൽ മത്സ്യത്തെ പോലെ ജലോപരിതലത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴും ഉത്കണ്ഠ, ആകുലത, ദുഃഖ, നിരാശ ഇതെല്ലാമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഓരോ അനുഭവങ്ങളിലേക്ക്, ഓരോ പ്രതിസന്ധികളിലേക്ക് നോക്കുമ്പോൾ ഉത്കണ്ഠ, ആകുലത നമ്മെ മതിക്കുന്ന അനുഭവം ഉണ്ടാകും. എന്നാൽ ഇതിനെല്ലാം ഇടയിൽ ആഴങ്ങളിലേക്ക് പ്രാർത്ഥനയിൽ ഊളിയിട്ടിറങ്ങുന്ന ആഴക്കടലിലെ മത്സ്യം പോലെ ഒന്നാകാൻ പരിശ്രമിച്ച് നോക്കി ജീവിതത്തിൽ വലിയ ആനന്ദം ഉണ്ടാകും. പിന്നെ ലോക ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നവും നമ്മെ ഒരിക്കലും അത്ര കണ്ട് അലട്ടുന്നതാവില്ല. ഒരുപക്ഷെ നിങ്ങൾ നാഷണൽ ജിയോഗ്രഫി ചാനൽ കാണുന്നവരായിരിക്കും. ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. അത് കാണുമ്പോൾ എന്നെ വിസ്മയിപ്പിക്കുന്ന ചില കാഴ്ചകൾ, ചില എപ്പിസോഡുകൾ കാണാൻ കഴിയും. എനിക്ക് ഏറെ ഇഷ്ടം അത് ആഴക്കടലിൻ്റെ മനോഹര ദൃശ്യങ്ങളെ വിളമ്പുന്ന ചില എപ്പിസോഡുകളാണ്. ആഴക്കടലിലേക്ക് ഊളിയിട്ടിറങ്ങിപ്പോകുന്ന ശാസ്ത്രജ്ഞന്മാർ എത്രയോ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ആഴക്കടലിലേക്ക് അവർ ഊളിയിട്ടിറങ്ങി ആഴക്കടലിൻ്റെ മനോഹര ദൃശ്യങ്ങളെ ക്യാമറയിൽ പകർത്തി നമുക്കിങ്ങനെയുള്ള ചാനലുകളിലൂടെ അവർ വിളമ്പിത്തരിക. പ്രിയമുള്ളവരെ, ആ കടലിൻ്റെ ആഴക്കടലിലെ മത്സ്യങ്ങളെ ഒരുപക്ഷെ അതിൻ്റെ വർണ്ണഭേദങ്ങളെ കാണുമ്പോൾ നാം ദൈവത്തെ അറിയാതെ സ്തുതിക്കാനിടവരും. സൃഷ്ടാവിൻ്റെ കരവിരുത്, ദൈവമേ തമ്പുരാനെ, അതെത്ര മഹോന്നതമാണ്. ആഴക്കടലിൽ മനോഹരമായ പവിഴപ്പുറ്റുകൾ എത്രയോ മനോഹരമാണ്, ചേതോകരമാണ്. പ്രിയമുള്ളവരെ, ഇതെല്ലാം കാണണമെങ്കിൽ ഒരു ചുട്ടിപ്പൊങ്ങനെ പോലെ ജലോപരിതലത്തിൽ മാത്രം തങ്ങി നിന്നാൽ ഒരിക്കലും സാധിക്കില്ല. വിശ്വാസ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലും നമ്മൾ സ്വീകരിച്ച് വിളി ജീവിക്കുമ്പോഴും ഇത് തന്നെ സത്യം. നമ്മൾ ഇതിൻ്റെ മനോഹാരിതയെ അനുഭവിക്കണമെങ്കിൽ, ദൈവം നൽകിയ ഈ വിളിയുടെ ശ്രേഷ്ഠതയെ ഓർത്ത് തമ്പുരാനെ മഹത്വപ്പെടുത്താൻ ഇടവരണമെങ്കിൽ, പ്രിയമുള്ളവരെ, ഓരോ ദിനവും പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ വിളിയുടെ ആഴങ്ങളെ കണ്ടെത്തുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറുന്നവരാകണം. ഇതാണ് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത്, വിളിക്കുന്നത്. ഇതുകൊണ്ടാണ് കർത്താവ് തിരുവചനത്തിൽ നമ്മോട് പറയുക, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. അങ്ങനെയുള്ളവരെ സ്വർഗത്തിന് വേണ്ട എന്നാണ് ക്രിസ്തു പറയുക, ദൈവം പറയുക. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ദൈവം ദാനമായൊരു വിളി നൽകിയിട്ടും ആ വിളിയുടെ ആഴങ്ങളിലേക്ക് വരാൻ മനസ്സ് വയ്ക്കാതെ, ആ സമർപ്പണം കൊടുക്കാതെ ജീവിക്കുന്നവരെ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരസ്കൃതരാക്കും എന്ന് ഈശോ നമ്മെ തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാ ജീവിത വിളികളിലും അത് ആഴത്തിൽ മനോഹരമായി ജീവിക്കുന്നവരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്നാൽ ആ വിളി എന്താണെന്ന് പോലും ഗ്രഹിക്കാതെ ജീവിക്കുന്നവരെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് ഏത് മേഖലയിലും സത്യമാണ്. ഇന്നൊരു മേഖല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല.
പ്രിയമുള്ളവരെ, കുടുംബജീവിതത്തിൻ്റെ മനോഹരമായ അനുഭവത്തിൽ ജീവിക്കുന്ന ദമ്പതികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുമിച്ചിരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ, ആത്മീയമായി ദൈവിക സത്യങ്ങളെ, ദൈവിക രഹസ്യങ്ങളെ പങ്കുവെച്ച് ജീവിക്കുന്ന ദമ്പതികൾ, ഊണിലും ഉറക്കത്തിലും ജീവിതത്തെ പ്രാർത്ഥനയാക്കി മാറ്റിയ ദമ്പതികൾ. പ്രിയമുള്ളവരെ, വിളിയുടെ ആഴങ്ങളിലേക്ക് വന്ന് ജീവിക്കുന്നവരാണ് അവരോരോരുത്തരും. ഇവിടെ പ്രിയമുള്ള, വിവാഹത്തിൽ ഒരു സ്ത്രീയെ പുരുഷന് ദൈവം ഒന്നിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ പ്രാർത്ഥനയിൽ തമ്പുരാൻ്റെ കൂടെ ഒരുമിച്ചിരിക്കാൻ വേണ്ടിക്കൂടിയാണ്. പലപ്പോഴും ഈ മഹനീയ സത്യത്തെ വിസ്മരിക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട്. അവിടെ തിരിച്ചറിയാം, ദൈവം നമുക്ക് നൽകിയ വിളി ഏതു തന്നെയാണെങ്കിലും പ്രിയമുള്ളവരെ ആ വിളിയുടെ ആഴത്തിലേക്ക് വന്ന് തമ്പുരാനെ, നീ നൽകിയ വിളി എത്ര മനോഹരമാണ്, എത്രയോ ശ്രേഷ്ഠമാണ്, സ്വർഗത്തിലേക്കുള്ള എൻ്റെ യാത്ര ഈ വിളി ജീവിച്ചുകൊണ്ടാകണമല്ലോ ഈശോയെ എന്ന ബോധ്യത്തോടെ പ്രിയമുള്ളവരെ ദൈവം നമുക്ക് ദാനമായി നൽകി ആ വിളി ജീവിക്കുവാൻ, ആ വിളിയുടെ ആഴങ്ങളിലേക്ക് വന്ന് അതിൻ്റെ ശ്രേഷ്ഠതയെ, അതിൻ്റെ കൃപയെ കണ്ടെത്തുവാൻ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ദിനം നമുക്കൊന്ന് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങേ മക്കളായി ഭൂമിയിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും ആഴത്തിൽ അറിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തർക്കും ഏറ്റവും യോഗ്യമായ, ഏറ്റവും യോജിച്ച വിളി നൽകി അനുഗ്രഹിച്ച നിൻ്റെ മഹനീയ നാമത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ദൈവമേ, നിൻ്റെ തിരുഹിതത്തോട് ചേർന്ന്, നിന്നോട് ചേർന്ന് ഈ വിളി ജീവിക്കുവാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ യേശുവേ, അവിടുന്ന് പിതാവിൻ്റെ ദൈവിഷ്ടം നിറവേറ്റുന്നതിൽ ആനന്ദം കണ്ടാണല്ലോ ഈ ലോകത്തിൽ ജീവിച്ചത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം എന്നുപോലും അവിടുന്ന് വെളിപ്പെടുത്തി നൽകി. അപ്പോൾ കർത്താവായ യേശുവേ, ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ ആ വിളിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അനുദിനം പ്രാർത്ഥനയിലൂടെ ആ വിളിയുടെ ആഴത്തിലേക്ക് വരുവാൻ, അങ്ങയെപ്പോലെ ആ ദൈവത്തിൻ്റെ തിരുഹിതം പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഓരോരുത്തരെ സ്വീകരിച്ച് ആ വിളി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നവൻ, ബലപ്പെടുത്തുന്നവൻ അവിടുന്നാണല്ലോ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഇതിനും ഞങ്ങളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വന്ന് ഞങ്ങളെ വിളിയെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യങ്ങൾ കൊണ്ട്, ഉൾക്കാഴ്ചകൾ കൊണ്ട് നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ ദൈവമാതാവേ, അമ്മ ഈ ലോകത്തിൽ മറ്റൊരു മനുഷ്യനേക്കാൾ, മറ്റൊരു സ്ത്രീയേക്കാൾ അധികമായി ജീവിതത്തിൽ ദൈവം നിന്നോട് ചേർത്ത് വെച്ച, ഒരു പക്ഷേ മറ്റാർക്കും നൽകാത്ത സവിശേഷതരമായ വിളി എന്തെന്ന് തിരിച്ചറിഞ്ഞവളാണല്ലോ അമ്മേ. അമ്മ ദൈവത്തോട് അത്രയടുത്ത് ജീവിച്ചത് മൂലമാണ് അമ്മയെക്കുറിച്ചുള്ള തിരുഹിതം, അമ്മയെക്കുറിച്ചുള്ള വിളി തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ അമ്മയ്ക്ക് ഇടവരുത്തിയത്. അമ്മയുടെ മക്കളാ ഞങ്ങളും അതുപോലെ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരെ, നിങ്ങൾ ഓരോരുത്തരും ജീവിത വഴികളിൽ ദൈവതിരുഹിതം എന്തെന്ന് അന്വേഷിച്ച് കണ്ടെത്തി ജീവിച്ച് പൂർത്തിയാക്കിയവരാണല്ലോ. നിങ്ങളെപ്പോലെ ഞങ്ങളും ഞങ്ങളെക്കുറിച്ചുള്ള ആ ദൈവതിരുഹിതം തിരിച്ചറിയുവാൻ, കണ്ടെത്തുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതന്മാരെ, ഞങ്ങളുടെ ജീവിത വഴികളിൽ എപ്പോഴും ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങൾക്ക് സംരക്ഷണം, പരിപാലനം നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
ദൈവത്തെ അയച്ചിടുന്നു. എന്നാത്മം കർത്താവിനെ വാഴ്ത്തുന്നു. എൻ ചിത്തം രക്ഷകനിൽ ആനന്ദം കൊള്ളുന്നു. ആഴമേറും തൻ കാരുണ്യം താൻ മറന്നിടാതെ ദാസനാം ഇസ്രായേലിനെ താങ്ങിടുന്നു. അബ്രാഹത്തോടും സന്തതി പരമ്പരയോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം പോലെ എന്നാത്മം കർത്താവിനെ വാഴ്ത്തുന്നു. എൻ ചിത്തം രക്ഷകനിൽ ആനന്ദം കൊള്ളുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടും ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്ന വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമായിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് ഒരു മനമായി നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. കത്തോലിക്കാ തിരുസഭയോടും തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ ലിയോ പാപ്പയോടും കർദ്ദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസികളോടും ചേർന്ന് ഒരു മനമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളെ യേശു കരങ്ങളിൽ നമുക്ക് ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും രോഗങ്ങളിലുമായിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും പ്രാർത്ഥനയോടെ ഈ നിമിഷങ്ങളിൽ ഈശോയുടെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഈശോയുടെ ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുണസേവയുടെ പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കും ഈശോയുടെ നാമത്തിൽ നിങ്ങളേവർക്കും നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ വിലയേറിയ പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ ഓരോ പ്രഭാതത്തിലും അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും നിങ്ങൾ ചൊല്ലുന്ന ജപമാലകളിലും നൊവേന പ്രാർത്ഥനകളിലും എല്ലാം ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് ഈശോയുടെ നാമത്തിൽ നിങ്ങളേവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും മരിയും കൂടാരങ്ങൾ പ്രേക്ഷിത മക്കൾ രാപകൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് നിങ്ങളെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും ഒരു നല്ല ദിനം നേരുന്നു. ആമേൻ.